വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ണിലടിച്ചതിനെ തുടർന്ന് വാക്കുതർക്കത്തിൽ നഗരസഭാ കൗൺസിലറായിരുന്നയാളെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച മഞ്ചേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതി. കേസിലെ 3 പ്രതികൾക്കും ജീവപര്യന്തം തടവും പിഴയും വിധിച്ചു. മഞ്ചേരി നെല്ലിക്കുത്ത് മാട്ടേൽ വീട്ടിൽ ഷുഹൈബ്, പാണ്ടിക്കാട് വള്ളുവങ്ങാട് സൗത്ത് സ്വദേശി ഷംസീർ, നെല്ലിക്കുത്ത് ഒലിപ്രക്കാട് സ്വദേശി അബ്ദുൽ മാജിദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 3 പേർക്കും ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 4 വർഷത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ചിലാണ് മഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാക്ക കൊല്ലപ്പെട്ടത്. മാർച്ച് 29 രാത്രി ഒലിപ്രക്കാട് വെച്ച് ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങിയവയാണ് അബ്ദുൽ ജലീൽ ആക്രമിക്കപ്പെട്ടത്. ജലീൽ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് കണ്ണിലടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലയിലേക്ക് നയിച്ചത്. പ്രതികളുടെ മുഖത്ത് ലൈറ്റടിച്ചതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടാക്കുകയും 1ാം പ്രതി ഷുഹൈബ് കരിങ്കല്ല് ഉപയോഗിച്ച് അബ്ദുൽ ജലീലിന്റെ തലയ്ക്ക് മാരകമായി അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ജലീൽ ചികിത്സയിലിരിക്കെ മാർച്ച് 30 മരണത്തിന് കീഴടങ്ങി. 89 സാക്ഷികളുള്ള കേസിൽ 45 പേരെ വിസ്തരിക്കുകയും 98 രേഖകളും 12 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു. മഞ്ചേരി CI ആയിരുന്ന C. അലവി അന്വേഷിച്ച കേസിൽ CI റിയാസ് ചാക്കിരിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KV സാബുവും അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PK ഷെരീഫ് മമ്പാടും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. നമ്മുടെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ നീതിന്യായ വ്യവസ്ഥയോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത, യാതൊരു അനുകമ്പയും കാണിക്കാത്ത 3 പ്രതികൾ വളരെ നിഷ്ഠൂരമായിട്ടാണ് ഈ കേസിലെ ഉൾപ്പെട്ട അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാൻ എന്നവരെ, അന്ന് കൗൺസിലറായിരുന്ന അദ്ദേഹത്തെ കല്ല് ഉപയോഗിച്ച് അടിച്ച് കൊല ചെയ്തത്. അതിൻ്റെ പര്യവസാനമാണ് ഇന്ന് 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇന്ന് അഡീഷണൽ പ്രോസിക്യൂട്ടറായ ഷെരീഫിൻ്റെ, അതുപോലെ മുൻസീഫ് റഹ്മാൻ, ഇവരൊക്കെ രാപ്പകലെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഇത്രയും. കാരണം ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തുടക്കത്തിൽ ഈ പ്രതിഭാഗത്തിന് വാദിക്കാൻ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കല്ല് തിരിച്ചറിഞ്ഞിട്ടില്ല, എന്താണ് ആയുധം ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, ഒരുപാട് വാദങ്ങൾ, സാങ്കേതിക വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കോടതി തിരസ്കരിച്ച് കോടതി ഈ പരമാവധി ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നീതി അർഹിക്കുന്ന ഈ കുഞ്ഞാൻ്റെ കുടുംബത്തിന് ഇതൊരു നല്ല കാര്യമായി, നല്ല വാർത്തയായി വരട്ടെ. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.